بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു കിടക്കുകയാണ്. ശവ്വാൽ മാസം സമാഗതമാകുമ്പോൾ നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ. ധാരാളം ശ്രേഷ്ഠതകളും പുണ്യങ്ങളും ഉണ്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ. പലരും അശ്രദ്ധരാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ശ്രേഷ്ഠതയെ പറ്റിയിട്ട് ധാരാളം ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫുറിളത്ത് സക്കാത്തുൽ ഫിത്രി ഫി സനത്തി സാനിയത്തി മിനൽ ഹിജ്റ. ഹിജ്റ 2-ാം കൊല്ലമാണ് ഫിത്ർ സക്കാത്ത് നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടത്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ റമദാൻ മാസം നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതും ഹിജ്റ 2-ാം കൊല്ലം തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഫിത്ർ സക്കാത്തിൻ്റെ ശ്രേഷ്ഠത? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഷഹ്റു റമളാന മുഅല്ലഖും ബൈന സ്സമാഇ വൽ അർളി. നമ്മൾ ഒരു മാസക്കാലം നമ്മൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് നമ്മൾ നോറ്റ നോമ്പ്, നമ്മൾ ഓതിയ വിശുദ്ധമായ ഖുർആൻ, നമ്മൾ നിസ്കരിച്ച തറാവീഹ്, അങ്ങനെ നാം ചെയ്ത സുഹൃതങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തപ്പെടാതെ ആകാശഭൂമികളുടെ ഇടയിൽ നിൽക്കുമെന്നും അവസാനം ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോഴാണ് ലാ യുർഫഉ ഇലല്ലാഹി ഇല്ലാ ബിസക്കാത്തിൽ ഫിത്രി. ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോഴല്ലാതെ ആകാശത്തോട്ട് അത് ഉയർത്തപ്പെടുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തൽ ഫിത്രി തുഹറത്തൻ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസി. നോമ്പുകാരന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നോമ്പുകാരൻ ഉണ്ടാവാൻ സാധ്യതയുള്ള അവൻ്റെ അശ്രദ്ധ, അവൻ്റെ അശ്ലീലപരമായ സംസാരങ്ങൾ, അവൻ കണ്ട മോശമായ കാഴ്ചകൾ ഇത്യാദി ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നോമ്പുകാരിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വന്ന കാര്യങ്ങൾക്കൊരു പരിഹാരമാണ് ഫിത്ർ സക്കാത്ത് എന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ വക്കീഅ റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വന്യരായ ഗുരുനാഥനാണ് വക്കീഅ റളിയല്ലാഹു അൻഹു. അവർ പറയുന്നുണ്ട്, സക്കാത്തുൽ ഫിത്രി ലി ശഹ്രി റമളാന കസജദത്തി സഹ്വി ലിസ്വലാ. നമസ്കാരത്തിൽ നമുക്ക് മറവി സംഭവിക്കുമ്പോൾ ചെയ്യുന്ന സഹ്വിൻ്റെ സുജൂദിൻ്റെ സ്ഥാനമാണ് ഫിത്ർ സക്കാത്ത് എന്ന് മഹാനായ വക്കീഅ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ധാരാളം ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ ഒരുപാട് ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ആരാണ് ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഈ വിഷയത്തെ പറഞ്ഞു തരികയാണ്. തൻ്റെ കുടുംബത്തിനും തൻ്റെ ആശ്രിതർക്കും അന്നത്തെ ദിവസം ഭക്ഷണം, വസ്ത്രം, മറ്റു കടബാധ്യതകളൊന്നുമില്ലാതെ ആ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായവൻ. അവൻ്റെ കുടുംബത്തിലുള്ള ഓരോ ആളുകൾക്ക് വേണ്ടിയിട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ആ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ കഴിഞ്ഞു കിടക്കുന്നതിന് മുമ്പ്, ശവ്വാലിന് തൊട്ട് മുമ്പാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ പോലും ആ കുഞ്ഞിന് പോലും നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്നാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആർക്കാണിത് കൊടുക്കേണ്ടത്? സക്കാത്തിൻ്റെ 8 അവകാശികൾക്കാണ് നമ്മൾ ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അതിൽ ഫക്കീറുണ്ട്, മിസ്കീനുണ്ട്, കടക്കാരനുണ്ട്, ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന യാത്രികനുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കാണുന്നത് ഫക്കീർ മിസ്കീനുമാണ്. അവരെ തെരഞ്ഞു പിടിച്ച് നമ്മൾ അവർക്ക് ഫിത്ർ സക്കാത്ത് കൈമാറേണ്ടതാണ്. എന്താണ് നൽകേണ്ടത്? ആ നാട്ടിലെ പ്രധാന ആഹാരമാണ് നൽകേണ്ടത്. നമ്മുടെ നാട്ടിലെ കേരളീയരുടെ ഭക്ഷണം അരിയാണല്ലോ. അപ്പോൾ അരിയാണ് സർവ്വസാധാരണമായിട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിന് പകരം, അരി കൊടുക്കുന്നതിന് പകരം പൈസ കൊടുത്താൽ മതിയാകുമോ എന്നൊരു ചർച്ച മഹാന്മാർ ചെയ്യുന്നുണ്ട്. ശാഫിഈ മദ്ഹബിൽ ഒരു കാരണവശാലും അരിക്ക് പകരം പൈസ കൊടുക്കാൻ പാടുള്ളതല്ല എന്ന് മഹാന്മാരായ ഉലമാക്കൾ നിരവധി ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര അളവാണ് കൊടുക്കേണ്ടതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വർത്തമാന കാലഘട്ടത്തിൽ. കുറേ ആൾക്കാർ 2 അര പറയുന്നു, കുറേ ആൾക്കാർ 2.25 പറയുന്നു, ചില ആളുകൾ 3 പറയുന്നു. എന്താണ് അതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യം? മഹാന്മാരായ ഉലമാക്കൾ അതിനൊക്കെ വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ അരികളെല്ലാം വ്യത്യസ്തമായ വെയിറ്റും തൂക്കവുമുള്ള അരികളാണ്. അതുകൊണ്ട് ഫിത്ർ സക്കാത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ കിലോഗ്രാമിനപ്പുറം ഒരു സാഴാണ്. ഒരു സാഴെന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ 780-800 ഗ്രാമാണ്. എന്ന് നമ്മുടെ ഒരു കൈ കൊണ്ട് കോരുന്ന ഒരു അളവാണ് ഫിത്ർ സക്കാത്തിൻ്റെ ഒരു മുദ്ദ്. അങ്ങനെയുള്ള 4 മുദ്ദ് കൊടുക്കണമെന്നാണ്. അങ്ങനെ മുദ്ദായിട്ട് നമ്മൾ കണക്കാക്കിയെടുക്കുമ്പോൾ ചില അരികൾ 2.5 കിലോ ഉണ്ടാവും, ചില 2.500 ഉണ്ടാവും, ചില 2.550 ഉണ്ടാവും, ചിലപ്പോൾ 700 ഉണ്ടാവും, 800 ഉണ്ടാവും.
അങ്ങനെ ഇത്തരം വ്യത്യസ്തമായ വെയിറ്റുകൾ വരുന്നത് കൊണ്ട് വർത്തമാന കാലഘട്ടത്തിലെ പണ്ഡിതവരേണ്യന്മാരായ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 3 കിലോ നിങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണമായ ഭാഗം വീടുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും മുദ്ദിൻ്റെ അളവിൽ കുറയാൻ പാടില്ല. അത് കൂടിക്കഴിഞ്ഞാൽ അതൊരു സദക്കയുടെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫിത്ർ സക്കാത്തിൻ്റെ സമയം എപ്പോഴാണ്? ശവ്വാലിൻ്റെ മാസപ്പിറവി ആരംഭിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെയാണ് അതിൻ്റെ ഏറ്റവും മഹത്തരമായ സമയം. ആ മഹത്തരമായ സമയങ്ങൾ തന്നെ ഏറ്റവും ഉത്തമമായത് ആ ശവ്വാലിൻ്റെ സുബഹിക്ക് ശേഷം അവൻ പെരുന്നാൾ നിസ്കാരത്തിന് തൊട്ടു മുമ്പുള്ള സമയമാണ് കൊടുക്കേണ്ട ശ്രേഷ്ഠമായ സമയം എന്നാണ് ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നത്. അത് കാരണം കൂടാതെ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പിന്തിപ്പിക്കൽ അത് കറാഹത്തും കൂടിയാണ് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും നമ്മൾ ധാന്യമണി നേരത്തെ കരുതി വെച്ച് ശവ്വാലിൻ്റെ മാസപ്പിറവി കണ്ട സമയം മുതൽ നമ്മൾ അതിലോട്ട് ജാഗരൂകരാകണം. അശ്രദ്ധരാകരുത്, അലസരാകരുത്. ഏത് അമല് ചെയ്താലും അതിൽ പോരായ്മ ഉണ്ടാകും, തെറ്റുകളുണ്ടാകും, കുറ്റങ്ങളുണ്ടാവും, നിസ്കാരത്തിലുണ്ടാവും. അപ്പോൾ നിസ്കാരത്തിൻ്റെ പോരായ്മകൾ മാറ്റാൻ വേണ്ടിയാണ് നിസ്കാരത്തിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്തുകൾ. ഓരോന്നിനും ഓരോ പോംവഴികളുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ്റെ പോംവഴിയാണ് നമ്മൾ കൊടുത്തു വീടുന്ന ഈ ഫിത്ർ സക്കാത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ വളരെയേറെ ശ്രദ്ധയുള്ളവരായി മാറുക, വളരെയേറെ ആത്മാർത്ഥമായിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യുക. അതിന് പകരം പല വ്യത്യസ്തപരമായ സംഘടനകളും സംവിധാനങ്ങളും പൈസ ചോദിച്ചു വരുന്നുണ്ട്. പല പള്ളികളുടെ ഫ്രണ്ടിൽ പൈസ, ഞങ്ങൾ ഫിത്ർ സക്കാത്തിൻ്റെ കാശ് തന്നാൽ ഞങ്ങൾ കൊടുത്തേക്ക്. അങ്ങനൊരു സംവിധാനം ഇല്ല, ശാഫഈ മദ്ഹബിലില്ല. അപ്പോൾ അതുകൊണ്ട് ആരും പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. അത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ കാര്യം നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ അത് കൈകാര്യം ചെയ്യണം. ഇനി വിദേശത്തുള്ള സൗദി അറേബ്യ പോലുള്ള, ഒമാൻ പോലുള്ള, ഖത്തർ, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അവരെവിടെയാണോ ജോലി ചെയ്യുന്നത്, താമസിക്കുന്നത് അവിടെയാണ്. അവരുടെ ഭാര്യ നാട്ടിലുണ്ടാവും, അവരുടെ ഭാര്യ മക്കൾ കുടുംബത്തുണ്ടാവും, നാട്ടിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവരുടെ അരി കൊടുക്കേണ്ടത് എവിടെയാണോ അവർ താമസിക്കുന്നത് അവിടെ എന്നാണ് ഈ വിഷയത്തിൽ മഹത്തുക്കളായ ആലിമീങ്ങൾ, ഉസ്താദുമാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അള്ളാഹ് അത്തരം വിഷയങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത് ഗൗരവമാണ്, നമ്മൾ അതിനകത്ത് വീഴ്ച വരുത്താൻ പാടില്ല. അള്ളാഹു നമ്മിൽ നിന്ന് പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.